കഠിനമായ വേദന അവർക്കുണ്ടാവും. ഡാക്ടിലൈറ്റിസ് എന്ന് വിളിക്കും അതിനെ. ഇത് ഹാർട്ടിലോ ബ്രെയിനിലോ ഒക്കെ ഉണ്ടാവാം ഇതേ ചേഞ്ചസ്. സിക്ലിംഗ് അങ്ങനെ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് സർക്കുലേഷൻ കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയി. തലച്ചോറിലാണെങ്കിൽ സ്ട്രോക്ക് പോലെ വരാം. അത് കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഹാർട്ടിലാണെങ്കിൽ അറ്റാക്ക് പോലെ ആയിരിക്കും. ശ്വാസകോശത്തിനുള്ളിലാണെങ്കിൽ പൾമണറി ത്രോംബസ് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വയനാട്ടിലും അട്ടപ്പാടിയിലും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ആക്ച്വലി നമുക്ക് കോട്ടയത്തു നിന്നും പേഷ്യൻസ് റീസെൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ആയിരുന്നു. സിക്കിൾ സെൽ ഡിസീസ് ആയ ശേഷമാണ് പാരൻസ് കാരിയേഴ്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ. ഓക്കെ. പ്രഗ്നൻസി ടൈമിൽ ഇവർക്കുള്ള റിസ്ക് എന്താ വെച്ചാൽ ഈ സിക്ലിംഗ് ഇപ്പോൾ പ്ലാസൻറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓർഗൻ്റെ ഉള്ളിലാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് സർക്കുലേഷൻ ടു ദ ബേബി കട്ട് ഓഫ് ചെയ്യാനുള്ള റിസ്ക് വരും. അത് ബേബിക്ക് ലൈഫ് റിസ്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് സിക്ലിംഗ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി എടുക്കേണ്ടി വരും. ഒരിക്കൽ സിക്ലിംഗ് വന്നു കഴിഞ്ഞാൽ ആ വേദന അത്രയും കഠിനമായതുകൊണ്ട് അവർക്ക് പെയിൻ കില്ലേഴ്സ് വേണ്ടി വരും. പെയിൻ കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാരസ്റ്റമോൾ പോലത്തെ മരുന്നിൽ നിൽക്കാറില്ല പലപ്പോഴും. പലർക്കും മോർഫിൻ പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് വേണ്ടി വരാറുണ്ട്. മോർഫിൻ എന്നുള്ള മെഡിസിന് പ്രോബ്ലം ഉള്ളത് അഡിക്ഷൻ വരാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് പലപ്പോഴും അത് എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് അതൊരു അഡിക്റ്റഡ് ആയി പോകാനുള്ള റിസ്ക്കും കൂടി ശ്രദ്ധിക്കാനുണ്ട്. സിക്കിൾ സെൽ ഡിസീസ് അഥവാ അരിവാൾ രോഗം. ഈ രോഗത്തെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. ജൂൺ 19 എല്ലാ വർഷവും വേൾഡ് സിക്കിൾ സെൽ അവയർനെസ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നു. ഈ വർഷം ഈ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് സിക്കിൾ സെൽ രോഗബാധിതർക്ക് തുല്യമായ ആരോഗ്യപരിചരണവും ചികിത്സാ അവസരങ്ങളും ഉറപ്പാക്കുക എന്നുള്ളതാണ്. സിക്കിൾ സെൽ ഡിസീസിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി എന്നോടൊപ്പം എന്നുള്ളത് ഡോക്ടർ രമാജി. ഡോക്ടർ രമ അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. സ്വാഗതം രമ. താങ്ക് യു. നമുക്ക് ആദ്യം ഈ പേരിൽ തന്നെ ഒരു കൗതുകം ഉണ്ടല്ലോ, അരിവാൾ രോഗം. എന്താണ് ഈ അരിവാൾ രോഗം? എങ്ങനെ ഈ പേര് വന്നത്? അത് നമ്മുടെ രക്തജന്യമായിട്ടുള്ള രോഗമാണിത്. അപ്പോൾ രക്തത്തിൽ 3 തരത്തിലുള്ള കോശങ്ങളുണ്ട്. ചുവന്ന കോശങ്ങൾ, അതിലുണ്ടാകുന്ന ഹീമോഗ്ലോബിൻ എന്നൊരു പ്രോട്ടീനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിലെ ഓക്സിജൻ എല്ലാ അവയവങ്ങളിലേക്കും എത്തിക്കാൻ ആവശ്യമുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീനിൻ്റെ ഉള്ളിലുള്ള ഒരു അമിനോ ആസിഡിൽ ചേഞ്ച് വരുന്ന കഴിയുമ്പോഴേക്കും ആ പ്രോട്ടീൻ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോവുകയോ അമിതമായ ചൂടോ തണുപ്പോ വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴേക്കും ആ പ്രോട്ടീനിൻ്റെ ഷേപ്പ് മാറി ഒരു ഭയങ്കര സ്റ്റിഫായി പോവും. അത് സ്റ്റിഫാവുമ്പോൾ നമ്മുടെ സാധാരണ വട്ടത്തിലുള്ള റെഡ് ബ്ലഡ് സെല്ല്, നോർമൽ ഷേപ്പ് എന്ന് പറയുന്ന വട്ടത്തിലാണ്, ഒരു ടയർ ഷേപ്പ് പോലെയാണ്. സെൻറ്ററിലൊരു അതിന് ന്യൂക്ലിയസ് ഇല്ല റെഡ് ബ്ലഡ് സെല്ലിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെൻട്രൽ പാർട്ട് ഒരു ഡിപ്രഷൻ പോലെ ഉണ്ടാവും. പെരിക്കലായിട്ടുള്ള സെൻട്രൽ പാർട്സ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ഹീമോഗ്ലോബിൻ സ്റ്റിഫായി കഴിയുമ്പോഴേക്കും ആ ഹോൾ സെൽ ഒരു വളഞ്ഞു പോയി സ്റ്റിഫായി പോകും. അപ്പോൾ അത് അരിവാൾ ഷേപ്പിലേക്ക് ആയി പോകുന്നത് കൊണ്ടാണ് അതിന് ആകൃതി അരിവാൾ പോലെ ആയി പോകും. അപ്പോൾ സാധാരണ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ രക്തകോശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് സെൻട്രൽ പാർട്ടിലൊരു ക്ലിയറിങ് ഉണ്ടാവും. അത് ഹീമോഗ്ലോബിൻ കുറവാണ് ആ ഭാഗത്ത്. ഔട്ടർ പാർട്ടിലാണ് ജനറലി ഹീമോഗ്ലോബിൻ കൂടുതലുണ്ടാവും. ഈ അരിവാൾ സെൽസ് ബോഡിയിലുള്ളവരുടെ ബ്ലഡ്സ് മൈക്രോസ്കോപ്പിൽ കൂടെ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന സെൽസ് കുറേ അധികം കാണാൻ പറ്റും. അപ്പോൾ അത് ഒരു നോർമലിൽ നിന്നും മാറിയ ഒരു ഷേപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ അത് കാരണം എന്താണ് ശരിക്കും പ്രശ്നം പറ്റുന്നത്? എന്താണ് പ്രശ്നം പറ്റുന്നത്? ഈ ഒരിക്കൽ ആ ഷേപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ അല്ല. പിന്നെ ആ കോശങ്ങൾക്ക് ഓക്സിജൻ ക്യാരിയിങ് നടക്കില്ല. അത് പിന്നെ നശിച്ചു പോകും. കോശങ്ങളെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും നമ്മുടെ രക്തത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. ശരീരത്തിനുള്ളിൽ തന്നെ രക്തകോശങ്ങൾ നശിച്ചു പോകുമ്പോൾ അനീമിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ സിക്കിൾ സെൽ ഉള്ളൊരു ആൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ അനീമിയ. സെക്കൻഡ്, അവർക്ക് ഉണ്ടാകുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഏത് ഭാഗത്താണോ ഈ സിക്ലിംഗ് വരുന്നത്, അതിപ്പോൾ ചിലപ്പോൾ വിരലിൻ്റെ തുമ്പത്താവാം. അങ്ങനെയാണെങ്കിൽ ആ തുമ്പത്ത് കൊച്ചു രക്തക്കുഴലുകൾക്കുള്ളിൽ ഇത് സിക്ലിംഗ് വന്ന് കഴിയുമ്പോഴേക്കും അവിടെ സെല്ല് പിന്നെ മൂവ് ചെയ്യില്ല, അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് സർക്കുലേഷൻ നടക്കാത്തതുകൊണ്ട് കഠിനമായ വേദന അവർക്കുണ്ടാവും. ഡാക്ടിലൈറ്റിസ് എന്ന് വിളിക്കും അതിനെ. ഇത്
ഹാർട്ടിലോ ബ്രെയിനിലോ ഒക്കെ ഉണ്ടാവാം ഇതേ ചേഞ്ചസ്. ആ സിക്ലിംഗ് അങ്ങനെ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് സർക്കുലേഷൻ കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയി. തലച്ചോറിലാണെങ്കിൽ സ്ട്രോക്ക് പോലെ വരാം. അത് കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഹാർട്ടിലാണെങ്കിൽ അറ്റാക്ക് പോലെ ആയിരിക്കും. ശ്വാസകോശത്തിനുള്ളിലാണെങ്കിൽ പൾമണറി ത്രോംബസ് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൻ്റെ കോശങ്ങൾ കണ്ടെയ്ൻ ചെയ്തേക്കണം സ്പ്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള അവയവത്തിനുള്ള പ്ലീഹ എന്ന് പറയുന്നത്. ഈ പ്ലീഹയുടെ ഉള്ളിൽ ഈ സിക്ലിംഗ് വന്നു കഴിയുമ്പോഴേക്കും രക്തോട്ടം നിലച്ചു പോയതിൻ്റെ കാരണം കൊണ്ട് പ്ലീഹയുടെ പല ഭാഗങ്ങളും ദ്രവിച്ച് പോയി ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സിക്കിൾ സെൽ അനീമിയ ഉള്ള കുട്ടികൾക്ക് ഈ പ്ലീഹയുടെ പ്രവർത്തനം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. പ്ലീഹ മെയിൻലി നമുക്ക് ആവശ്യമുള്ളത് പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് സിക്കിൾ സെൽ അനീമിയ ഉള്ള കുട്ടികൾക്ക് ഒരു 5 വയസ്സാകുമ്പോഴേക്കും ഈ പ്ലീഹ നൽകുന്ന പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും അത് കാരണം അവർക്ക് മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ രക്തത്തിലൊരു അസുഖമായതുകൊണ്ട് ഏതൊരു അവയവത്തിലും അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാമെന്നുള്ളതാണ് ഒരു ഇനിഷ്യൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇതൊരു ജനിതകമായ രോഗമാണോ, കുട്ടികളിൽ കാണുന്നതാണോ, അത് മുതിർന്നവർക്കും ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടൊരു മുതിർന്ന ഒരാൾ ഇങ്ങനത്തെ അസുഖമായിട്ട് കണ്ടുപിടിക്കാറുണ്ടോ? അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ജനറ്റിക് അസുഖമാണ്. അപ്പോൾ പക്ഷേ ഇതൊരു പുരുഷനോ സ്ത്രീക്കോ മാത്രമായിട്ടുണ്ടാവുന്ന ഒരു വിഭാഗത്തിൽ മാത്രമായിട്ടുണ്ടാവുന്ന അസുഖമല്ല. അതായത് ഇതിനെ ഓട്ടോസോമൽ റിസസീവ് അസുഖം എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോംസ് ടോട്ടലുണ്ട്. അതിനുള്ളിൽ 44 ക്രോമസോംസ് നമ്മുടെ ബോഡിയിലെ പല പല അവയവങ്ങളുടെയും ഹൗ ഇറ്റ് വിൽ ഫങ്ഷൻ എന്നുള്ള കാര്യം അതിൻ്റെ ഓരോ ഇപ്പോൾ ഹെയർ കളറ്, ഹെയറിൻ്റെ ചുരുൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ തന്നെ ഈ ഹിമോഗ്ലോബിൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം കോഡ് ഇരിക്കുന്നുണ്ട്. ഈ കോഡ് തെറ്റിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ബോത്ത് പാരൻസ് എഫക്റ്റഡ് ആണെങ്കിൽ, സിക്കിൾ സെൽ അനീമിയ കാരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രത്യേക ലക്ഷണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ രണ്ടുപേരുടെയും കുട്ടിക്ക് ഈ അബ്നോർമൽ ജീനുള്ള ആണ് അവർ ഇൻഹെറിറ്റ് ചെയ്തേക്കണത്, ആ കുട്ടിക്ക് വന്നേക്കുന്നത്. രണ്ടുപേരുടെയും അബ്നോർമൽ ജീനാണ് ഈ കുട്ടിക്ക് വന്നേക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കുഞ്ഞിലേ തൊട്ട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം. കുഞ്ഞിലേ തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺ പീരീഡ് തൊട്ട് കാണിക്കാം സിക്കിൾ സെല്ലിൻ്റെ മാനിഫെസ്റ്റേഷൻസ്. ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് ജലാംശം കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഒന്ന് ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവുക, പനി വരിക, ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇവർക്ക് സിക്കിൾ സെൽ അനീമിയയുടെ ലക്ഷണങ്ങളായിട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങാം. മഞ്ഞപ്പിത്തമായിട്ട് കാണിക്കാം. രക്തകോശങ്ങൾ ഉടഞ്ഞു പോകുന്ന സമയത്ത് ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്ന ലക്ഷണങ്ങളായിരിക്കും ആദ്യം കാണിക്കുന്നുണ്ടാവുക. പലപ്പോഴും ഈ സിക്ലിംഗ് വന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടി അമിതമായി കരയുക. നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ഈ കുട്ടി എന്തിനാ കരയണമെന്നുള്ള കാര്യം. വേദന കാരണമായിരിക്കാം. ഇത് ഏത് ഭാഗത്താണ് വേദന എന്നുള്ള കാര്യം ചിലപ്പോൾ ഓബ്വിയസ്ലി പുറത്തോട്ട് കാണണമെന്നില്ല. സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം മൂവ്മെൻറ്റ് സ്ലോ, മറ്റേ ഭാഗത്തിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവ് വരുന്നൊരു സാഹചര്യമായിരിക്കാം കാണിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരുന്നൊരു വേദന ഇതിൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷണമായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പം വേദനയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായമായ ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു സയൻസ് എന്താണ്? ഇതെങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക? അല്ലെങ്കിൽ ഒരു ആൾക്ക് വേദന ഉണ്ടാകുമ്പോൾ ഇമീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? വേദന ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഉള്ളൊരു ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓക്സിജൻ കുറഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ വരുമോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നൊരു സിറ്റുവേഷൻ വരേണ്ടി വരുമോ, അല്ലെങ്കിൽ ഹൈ റേഞ്ചിൽ ഭയങ്കര സീ ലെവലിൽ നിന്ന് വളരെ ഹൈറ്റ് ഉള്ള ഒരു ഏരിയയിലേക്ക് പോവുക, സ്നോയി ഏരിയാസിൽ പോവുക, അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് പൊതുവേ നമുക്ക് ബ്ലഡ് വെസൽസ് ചുരുങ്ങി പോകുന്ന സിറ്റുവേഷൻസ് വരും. തണുപ്പ് കൂടുതലായിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്ന സിറ്റുവേഷൻ വരും. നാച്ചുറലി ആ സമയത്ത് ബ്ലഡ് വെസൽസ് ചുരുങ്ങി കഴിഞ്ഞ് സ്കിന്നിൻ്റെ അവിടെയുള്ള ബ്ലഡ് വെസൽസ് ചുരുങ്ങി കഴിയുമ്പോഴേക്കും അതിനുള്ളിൽ ബ്ലഡ് ഫ്ലോ സ്ലോ ഡൗൺ ആവും. സ്ലോ ഡൗൺ ആകുന്ന സമയത്ത് ഓക്സിജൻ ആ സെൽസിൻ്റെ ഉള്ളിലുള്ള ഓക്സിജൻ എല്ലാം ബോഡിയിലുള്ള ആ ഏരിയയിലുള്ള ടിഷ്യൂസ് എല്ലാം എടുക്കും. ഓക്കെ, അപ്പം അത് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ് ഇസ് അവിടെ ആ സെൽസ് ബാക്കിലേക്ക് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഓക്സിജൻ കുറഞ്ഞു കഴിയുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ ആ സിക്ലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് സെൽ ഇസ് നോട്ട് ഏബിൾ ടു ഫങ്ഷൻ ലൈക്ക് എ നോർമൽ ഹീമോഗ്ലോബിൻ. അവിടെ വെൻ ദാറ്റ് സിക്ലിംഗ് ഹാപ്പൻസ് ആ ഒരു ഏരിയയിൽ വേറെവർ ഇറ്റ് ഹസ് ഗോട്ട് അതിന് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആവും. ഒരു ചെറിയ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ പോയി അത് സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞാൽ ആ
സർക്കുലേഷൻ കട്ട് ഓഫ് ആകുമ്പോഴേക്കും പെയിൻ വരാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ എക്സസീവ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഇപ്പം ഹൈപ്പോതെർമിയ നമുക്ക് വളരെ തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ വാസോ കൺസ്ട്രക്ഷനും, അമിതമായ ചൂടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് കൊണ്ടുള്ള സർക്കുലേഷൻ സ്ലോ ഡൗണും, ഓക്കെ. അഗെയിൻ ഓക്സിജൻ കുറവുള്ള സാഹചര്യങ്ങൾ, ഫ്ലൈറ്റിൽ പോകുന്ന ഇതും ഒക്കെ വരുന്ന സമയത്ത് സിക്ലിംഗ് വരാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് കൂടുതലായിട്ട് കണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ? ആക്ച്വലി സിക്കിൾ സെൽ കാരിയേഴ്സിന് മലേറിയ ഉള്ള പൊതുവെ കൂടുതൽ അമിതമായിട്ടുള്ള ഏരിയാസിൽ ഇവർക്ക് കുറച്ചും കൂടി സർവൈവൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് എന്താ വെച്ചാൽ ഇവരുടെ ബോഡിയിലെ ഈ റെഡ് സെല്ലിൻ്റെ ഉള്ളിലാണ് മലേറിയ പാരസൈറ്റ് ഗ്രോ ചെയ്യുക. അപ്പം സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരുടെ ഓർ സിക്കിൾ സെൽ കാരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സെല്ല് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുണ്ട്. മലേറിയ പാരസൈറ്റിൻ്റെ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ദേ ഹാവ് എ പ്രൊട്ടക്ഷൻ ഓവർ നോർമൽ പീപ്പിൾ ഹു ഹാവ് നോർമൽ ഹീമോഗ്ലോബിൻ. അപ്പം അവർക്ക് ഈ മലേറിയയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതുകൊണ്ട് മലേറിയ കാരണം മരിച്ചു പോകാനുള്ള സാധ്യത കുറയുമ്പോൾ നാച്ചുറലി അവർ ഔട്ട് ഗ്രോ ചെയ്യും. അവിടെ കൂടുതൽ ആൾക്കാർ സിക്കിൾ സെല്ലിലുള്ള ആൾക്കാർ നോർമൽ ഹീമോഗ്ലോബിൻ ഉള്ളവരെക്കാളും കൂടുതലായിട്ട് വരും. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ മാക്സിമം ഒറീസ ആ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ബംഗാൾ ഒറീസ ഏരിയയിൽ കുറേയധികം ആൾക്കാരുണ്ട് ഈ സിക്കിൾ സെൽ അനീമിയ ഉള്ള. കേരളത്തിൽ കൂടുതലായിട്ടും വയനാട്ടിലും അട്ടപ്പാടിയിലാണ് സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതലുള്ള രോഗികളുള്ളത്. ഇതല്ല നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സോ എന്തെങ്കിലും ഇതിലൂടെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അതോ നമ്മുടെ എല്ലാ ജനറ്റിക് കോസ് ആണ്, അല്ലാതെ അതൊരു നമ്മളൊരു ഏതെങ്കിലും എൻവയോൺമെന്റിൽ താമസിച്ചത് കൊണ്ട് കൂടുതൽ അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് പകരുന്ന അസുഖമല്ല. ശരി. പിന്നെ ഒരു കാരിയേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് വിശദമായി എന്താണ് നമ്മൾ കാരിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിലും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ 2 പാരൻസിൻ്റെ അടുത്തു നിന്നും കിട്ടിയതായിരിക്കും. അതായത് 50% വിൽ ബി ഫ്രം ദ ഫാദർ ആൻഡ് 50% ഫ്രം ദ മദർ. ഇഫ് 150% ഇസ് അബ്നോർമൽ ആൻഡ് ദ അതർ വൺ ഇസ് നോർമൽ, സിക്കിൾ സെൽ അനീമിയ വരാൻ സാധ്യതയുള്ള ആ ജനറ്റിക് ചേഞ്ച് വന്നിട്ടുള്ള ഒരു ജീൻ നമുക്ക് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, മറ്റേ പാരൻ്റെ അടുത്ത് നോർമൽ ആയിട്ടാണ് വന്നേക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് എ കാരിയർ. അവർക്ക് ലക്ഷണങ്ങൾ വരില്ല എന്നില്ല. അവർക്ക് എക്സ്ട്രീംസ് ഓഫ് കണ്ടീഷൻസ്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹൈപ്പോതെർമിയ, ഡീഹൈഡ്രേഷൻ, ഹൈപ്പോക്സിയ, ഓക്സിജൻ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം, അത് നാച്ചുറൽ സിറ്റുവേഷൻസിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഹൈറ്റ്സിലൊക്കെയാണ് വരുള്ളൂ. പക്ഷേ ന്യൂമോണിയ വന്നു കഴിയുമ്പോഴോ ശ്വാസമുട്ടൽ വരുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരാൾക്ക് ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലും ഇവർക്ക് ചിലപ്പോൾ സിക്ലിംഗ് വരാം. അത് കാരിയേഴ്സിന് പക്ഷേ അങ്ങനത്തെ എക്സ്ട്രീം സിറ്റുവേഷൻസിലേ വരുള്ളൂ. സിക്കിൾ സെൽ ഡിസീസ് ഉള്ളവർക്ക് അത്രയും എക്സ്ട്രീം വേണ്ട. ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവരുടെ പെട്ടെന്ന് ചെറിയ ഇൻസൾട്ട് വരുമ്പോഴേക്കും തന്നെ അവർക്ക് പെട്ടെന്ന് സിക്ലിംഗ് വരും. അപ്പോൾ ഈ 2 കാരിയേഴ്സ് തമ്മിൽ വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു റിസ്ക് സിക്കിൾ സെൽ ഡിസീസ് ആവാനുള്ള പോസിബിലിറ്റി ഹൈർ ആവുന്നത്. ഇതെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? സ്ക്രീനിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് സ്ക്രീനിങ് പോസിബിൾ ആണ്. സ്ക്രീനിങ് പോസിബിൾ ആണെന്ന് വെച്ചാൽ നമുക്കൊരു ഹീമോഗ്ലോബിൻ അനാലിസിസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത് ഐദർ ബൈ ഇലക്ട്രോഫോറസിസ് ടെസ്റ്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഓർ ഹീമോഗ്ലോബിൻ അനാലിസിസ് ബൈ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, HPLC എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ്. ഇത് രണ്ടും ഒരുവിധം എല്ലാ മെഡിക്കൽ കോളേജിലും കേരളത്തിൽ അവൈലബിൾ ആണ്. അവിടെ ഫ്രീ ഓഫ് ചാർജ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വയനാട്ടിലും അട്ടപ്പാടിയിലും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ആക്ച്വലി നമുക്ക് കോട്ടയത്തു നിന്നും പേഷ്യൻസ് റീസെൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ആയിരുന്നു. സിക്കിൾ സെൽ ഡിസീസ് ആയ ശേഷമാണ് പാരൻസ് കാരിയേഴ്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ. ഓക്കെ. കുറച്ച് പേര് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജനറലി നമ്മൾ ഈ കോട്ടയത്ത് നിന്ന് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വയനാട്ടിലും അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരിൽ അമിതമായ വേദന അല്ലെങ്കിൽ ജോണ്ടിസ്, വിളർച്ചയൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് സിക്കിൾ സെൽ അനീമിയ ആണോ എന്നുള്ള കാര്യം സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ടാണ് ഈ വേദനകൾക്ക് വേണ്ടി കുട്ടികളുടെ എന്തായിരിക്കും കാരണം എന്നുള്ള കാര്യം നോക്കി, വേദന ഉണ്ടായിരുന്നു, ജോണ്ടിസ് വന്നു, അത് കഴിഞ്ഞിട്ട് HB കുറവ് വന്നു, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് സിക്കിൾ സെൽ അനീമിയ ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു കരിയറായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ എന്തെങ്കിലും സ്ക്രീനിങ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോക്കാറുണ്ടോ? റെക്കമെൻഡഡ് ആണ് ആക്ച്വലി. പക്ഷേ അത് ഗവൺമെൻറ് പ്രോഗ്രാമായിട്ട് ആയി വന്നേക്കണത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിക്കിൾ സെൽ അനീമിയ പോപ്പുലേഷനൊക്കെ ഉള്ളത് നോർത്ത് ഇന്ത്യൻ മലേറിയ കൂടുതലുള്ള ഏരിയാസിലാണ്. അപ്പം അവിടെ ഓൾറെഡി 2023 തൊട്ട് അവരൊരു സിക്കിൾ സെൽ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്
ഒരു ജനറ്റിക് കാർഡിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. Okay. അപ്പോൾ ഈ പ്രത്യേക ഗോത്ര വിഭാഗക്കാർക്കാണ് ഈ കൂടുതലായിട്ട് ഈ അസുഖം അവർ കണ്ടുവരുന്നത്. വിത്തിൻ ദാറ്റ് കമ്മ്യൂണിറ്റി മാരേജ് വരുന്നതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഇത് സ്ക്രീനിങ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു പ്രത്യേകതരം കാർഡുണ്ട്. അത് ആക്ച്വലി ആ കാർഡ് അതിൻ്റെ ഈ കാർഡ് സെറ്റപ്പ് ചെയ്തത് ഒരു മലയാളിയാണ്, കണ്ണൂർ എന്നുള്ളൊരു സാറാണ്, നമ്പീഷൻ സാർ എന്ന് പറഞ്ഞിട്ട്. ആ സാറ് ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. സാറ് മധ്യപ്രദേശിലാണ് വയ്ക്കുകയാണ്. അപ്പോൾ സാറും സാറിൻ്റെ വൈഫും കൂടെ ഒരു ഗെയിം പോലെയാണ്, കാണുമ്പോൾ നല്ല രസമാണത്. അത് ഒരു മെയിൽ കാർഡും ഫീമെയിൽ കാർഡും ഉണ്ട്. അപ്പം സംബഡി ഹൂസ് എ കാരിയർ ഓർ എ സിക്കിൾ സെൽ ഡിസീസ് അവർക്ക് ഈ കാർഡ് അവർ ഇഷ്യൂ ചെയ്യും. ആൻഡ് ദെൻ അത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഔട്ട് ഓഫ് ദെയർ ചൈൽഡ് ഹാസ് എ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് സിക്കിൾ സെൽ അനീമിയ. അങ്ങനെയുള്ളവരുടെ ഡു നോട്ട് മാരി എന്ന് പറഞ്ഞിട്ടുള്ള മനസ്സിലാവുന്ന, അപ്പോൾ ഗോത്ര തലവനും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ വിവാഹം മുന്നോട്ടേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. റൈറ്റ്. അപ്പോൾ നമ്മൾ ആ സ്ക്രീനിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു രോഗിക്ക് സിക്കിൾ സെൽ ഡിസീസ് ആണെന്ന് നമ്മൾ സംശയിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്സ് എന്താണ്? എങ്ങനെയായിരിക്കും നമ്മളിതിനെ കൂടുതൽ സ്ഥിരീകരിക്കുന്നത്? എന്തൊക്കെയായിരിക്കും നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത്? നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളിൽ കൂടെ നോക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്, HB കുറഞ്ഞു പോയിട്ടുണ്ടോ, ഹീമോഗ്ലോബിൻ കുറവാണോ, സെക്കൻഡ് നമ്മൾ ബിലിറൂബിൻ കൂടി നിൽക്കുന്നുണ്ടോ. ബിലിറൂബിനിൽ രണ്ട് തരം ഇതുണ്ട്. ടോട്ടൽ ബിലിറൂബിൻ്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്ന് പറയും. അപ്പോൾ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കൂടുന്നതാണ് സാധാരണ സിക്കിൾ സെൽ അനീമിയയിൽ കാണുക. അതെന്താ വെച്ചാൽ ബ്ലഡ് ഉടഞ്ഞു പോകുന്ന സമയത്ത് ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ കരളിൻ്റെ ഉള്ളിൽ ലിവറിലാണ് മെറ്റബോളൈസ് ചെയ്ത് വരേണ്ടത്. അത് ഒരു ലെവൽ നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റുന്നൊരു അളവുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് കോശങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ അതെല്ലാം ഹീമോഗ്ലോബിൻ അവിടെ ബിലിറൂബിനായിട്ട് കെട്ടിക്കിടക്കും. അപ്പം ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കൂടി നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ ഹീമോഗ്ലോബിൻ കുറയുന്നതല്ലാതെ ബാക്കി കാണുന്ന ഇപ്പോൾ പെരിഫറൽ സ്മിയർ എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ ഈ കോശങ്ങളുടെ ഷേപ്പ് നോക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ അരിവാൾ ഷേപ്പിലുള്ള സെൽസ് കാണാൻ സാധിക്കുമ്പോൾ അത് സിക്കിൾ സെൽ അനീമിയ ആണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇനി അഥവാ നമുക്ക് സംശയിക്കുന്നു പക്ഷേ ഈ അരിവാളിൻ്റെ ഷേപ്പിലുള്ള സെൽസ് കാണുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഡ്രോപ്പ് അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക കെമിക്കൽ സോഡിയം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ വൺസ് അതൊരു 24 hours ഇൻക്യുബേറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ സിക്ലിംഗ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഇറ്റ്സ് കോൾഡ് സിക്ലിംഗ് ടെസ്റ്റ്. അപ്പം ഇത് കൂടാതെ നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ HPLC. ഓക്കെ. ഇപ്പോൾ നമുക്ക് സാധാരണ അനീമിയയ്ക്ക് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്, രക്തം കൊടുക്കാറുണ്ട്. അപ്പം ഈ സിക്കിൾ സെൽ ഡിസീസിലെ അനീമിയയ്ക്കും ഇങ്ങനത്തെ ചികിത്സകൾ ബാധകമാണോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഒരാൾക്ക് സിക്ലിംഗ് വരുന്ന ഒരു റിസ്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഉള്ളൊരു രോഗിക്ക് 30% മീതെ സിക്ലിംഗ് ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സിക്ലിംഗ് വരാനുള്ള റിസ്ക് കൂടി വരും. ഓക്കെ. രക്തം കയറ്റേണ്ട സാഹചര്യങ്ങൾ വരുന്നത് ഒന്ന് ഇവർക്ക് HB കുറഞ്ഞ് നിൽക്കുക, അതായത് 8 താഴെ ഹീമോഗ്ലോബിൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ ഇവർക്ക് സിക്ലിംഗ് വരാനുള്ള ടെൻഡൻസി കൂടും, ബോഡിയിൽ ഹൈപ്പോക്സിയ കൂടും. ആ സമയത്ത് ഇവർക്ക് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം 10ൻ്റെ മുകളിലേക്ക് ഇവരുടെ HB നിന്ന് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ തിക്നെസ് കൂടി വരും തോറും വീണ്ടും ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എഗെയിൻ ഇവർക്ക് സിക്ലിംഗ് വരാം. അപ്പോൾ ബിറ്റ്വീൻ 8 and 10 നോട്ട് ബിയോണ്ട് 12 മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. അത് ട്രാൻസ്ഫ്യൂഷൻ ഇസ് ആക്സെപ്റ്റബിൾ ഫോർ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ്. ഇഫ് ഇറ്റ് ഒരു 8ൻ്റെ താഴെ പോവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ബെറ്റർ, അവർക്ക് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി. ഇത് കൂടാതെ നമുക്ക് സിക്കിൾ സെൽ അനീമിയ ആൾക്കാരുടെ ലക്ഷണങ്ങൾ ബുദ്ധിമുട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സർജിക്കൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി സർജറി ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഇവരുടെ സിക്കിൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സാധാരണ ഇവർക്കൊരു 70-80% ഒക്കെ സിക്കിൾ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതുകൊണ്ട് അത് പെട്ടെന്ന് സിക്ലിംഗ് വരാനുള്ള റിസ്ക് വരും. സർജറിയുടെ സമയത്ത് പൊതുവേ ഇതൊരു ഭയങ്കര AC-യുടെ ഉള്ളിൽ പേഷ്യൻറ്റിനെ കിടത്തി പ്രൊസീജിയർ ചെയ്യേണ്ടതാണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ രോഗിക്ക് അത്രയും തണുപ്പത്ത് കിടക്കുമ്പോൾ സിക്ലിംഗ് വരാനുള്ള റിസ്ക് വരും. അപ്പോൾ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഇവരുടെ 30% താഴേക്ക് സിക്കിൾ ഹീമോഗ്ലോബിനെ വരുത്തിക്കാൻ വേണ്ടി ട്രാൻസ്ഫ്യൂഷൻ കൊണ്ട് മാത്രം സാധിക്കില്ല. ബിക്കോസ് അവിടെ നമ്മൾ ബ്ലഡ് കയറ്റിയാലും 12ൻ്റെ മീതെ പോയി കഴിഞ്ഞാൽ അഗെയിൻ സിക്ലിംഗ് റിസ്ക് വരും. അതുകൊണ്ട് ഇവർക്ക് റെഡ് സെൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ചെയ്തിട്ട് അവരുടെ ബോഡിയിലുള്ള റെഡ് സെൽസ് റിമൂവ് ചെയ്ത്
നോർമൽ ആളുടെ RBC കയറ്റി അത് ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യാൻ നോക്കി അതിനുശേഷം സർജറിക്ക് എടുക്കുന്ന പ്രൊസീജിയറും കൂടി ചെയ്യും. അത് അവർക്ക് കോംപ്ലിക്കേഷൻസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എന്ത് സർജറി ആണെങ്കിലും ആപ്ലിക്കബിൾ. ബട്ട് അവർക്ക് ഇപ്പം ഹാർട്ട് സർജറി വേണ്ടി വരുവാണെങ്കിൽ 30% പോരാ, 15% താഴെ ആക്കണം. ബിക്കോസ് ഹാർട്ടിൻ്റെ അവിടെ ഹാർട്ട് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി വരുമ്പോൾ അവിടെ കൂളിംഗ് വരും പലപ്പോഴും പല കാര്യങ്ങളിലും. അത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമൊക്കെ, അങ്ങനത്തെ സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സർജറി ചെയ്യുന്ന ടീമും ഹെമറ്റോളജി ടീമും കൂടി ഒരുമിച്ച് നിന്നാലേ, അനസ്തീഷ്യ ടീമും സർജറി ടീമും ഒരുമിച്ച് നിന്നാലേ പേഷ്യൻറ്റിന് പ്രോബ്ലംസ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അസുഖമുള്ളവർക്ക് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ടീമും വേണം. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ഉള്ളവരൊക്കെ പ്രത്യേകിച്ചും ഒരു സർജിക്കൽ ഒരു പ്രൊസീജിയറിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഗ്നന്റ് ആകുക, അങ്ങനത്തെ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ഇതേപോലത്തെ റിസ്കുകൾ ഉണ്ടോ, അതോ പ്രഗ്നന്റ് ആവുന്ന പ്രഗ്നൻസി ടൈമിൽ ഇവർക്കുള്ള റിസ്ക് എന്താ വെച്ചാൽ ഈ സിക്ലിംഗ് ഇപ്പോൾ പ്ലാസൻറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓർഗൻ്റെ ഉള്ളിലാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് സർക്കുലേഷൻ ടു ദ ബേബി കട്ട് ഓഫ് ചെയ്യാനുള്ള റിസ്ക് വരും. അത് ബേബിക്ക് ലൈഫ് റിസ്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് സിക്ലിംഗ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി എടുക്കേണ്ടി വരും. മരുന്നുകൾ ചില മരുന്നുകളൊന്നും പ്രഗ്നൻസി സമയത്ത് സേഫ് ആണോ അല്ലേ എന്നുള്ള കാര്യം അത്ര ക്ലിയർ അല്ല. ബിക്കോസ് ഹൈഡ്രോക്സിയൂരിയ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിനാണ് ജനറലി സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിന് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ നേരത്തെ ഞാൻ 70% 80% ഉണ്ടാവും ഇവരുടെ സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞല്ലോ. ഹൈഡ്രോക്സിയൂരിയ കൊടുക്കുമ്പോൾ നമ്മുടെ ഗർഭാവസ്ഥയിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള ഹീമോഗ്ലോബിൻ ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഹൈഡ്രോക്സിയൂരിയ ക്ലിയർ അല്ല വൈ ഇറ്റ് ഇസ് ഏബിൾ ടു മേക്ക് ഇറ്റ് ഹൈ. സംഹൗ ഇറ്റ് ഇസ് ഏബിൾ ടു മേക്ക് അപ്പ് ദ ഇൻക്രീസ് ലെവൽ ഓഫ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. അപ്പോൾ ഫീറ്റൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽസ് ഇത് റൈസ് ചെയ്യുന്ന സമയത്ത് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ പ്രൊപ്പോർഷനേറ്റ്ലി ഡൗൺ ആവുമ്പോൾ സിക്ലിംഗ് ക്രൈസിസ് കുറയുന്നു. അപ്പം ഹൈഡ്രോക്സിയൂരിയ പക്ഷേ പ്രഗ്നൻസിയിൽ ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ വെദർ ഇറ്റ് ഇസ് ഫുള്ളി സേഫ്. നമുക്ക് ഇപ്പോൾ മദറിൻ്റെ ലൈഫ് റിസ്ക്കും വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓൾവേസ് ഇറ്റ്സ് ഓൺലി ഇഫ് ദ മദർ ഇസ് അലൈവ് ദാറ്റ് ദ ബേബി ക്യാൻ ബി അലൈവ്. അതുകൊണ്ട് മദേഴ്സ് ഹെൽത്ത് വിൽ ബി ഗിവൺ പ്രയോറിറ്റി. അപ്പോൾ റിപ്പീറ്റഡ്ലി സിക്കിൾ സെൽ ക്രൈസിസ് വരുന്ന ഒരു മദർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി പ്രിഫർഡ് ദാറ്റ് ദ മദർ മേ ഹാവ് ടു കണ്ടിന്യൂ ഹൈഡ്രോക്സിയൂരിയ ഇഫ് ഷീ ഡസ് നോട്ട് ഹാവ് അതർ പ്രോബ്ലംസ്. Even though it is not completely proven whether the hydroxyurea is going to be harmful to the baby. അപ്പോൾ നമ്മൾ ഹൈഡ്രോക്സിയൂരിയെ കുറിച്ച് പറഞ്ഞു, ട്രാൻസ്ഫ്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം മറ്റെന്തെങ്കിലും ചികിത്സാ രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്? ഉണ്ട്. പിന്നെ വരുന്നത് ഗ്ലൂട്ടമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. അത് ആ അമിനോ ആസിഡ്സും സിക്ലിംഗ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോക്സിയൂരിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഹൈഡ്രോക്സിയൂരിയ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവരുടെ ബ്ലഡ് കൗണ്ട്സ്, സിക്കിൾ ഹീമോഗ്ലോബിൻ മാറുന്നത് ഒരു ഭാഗം മാത്രം, ചിലപ്പം ഓൾ ടുഗെദർ ബോൺ മാരോ സപ്രസ്ഡ് ആയി പോവാം. സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിനും ഹൈഡ്രോക്സിയൂരിയ കാരണം ബോൺ മാരോയിലെ നല്ല സെൽസ്, വൈറ്റ് സെൽസ്, പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ അത് കാരണം ഒരു ലൈഫ് റിസ്ക് വരാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഹൈഡ്രോക്സിയൂരിയ വീണ്ടും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് പലപ്പോഴും ഗ്ലൂട്ടമിൻ ഹെൽപ്പ് ചെയ്യും. ഗ്ലൂട്ടമിൻ ഹൈഡ്രോക്സിയൂരിയേക്കാളും ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റിൽ ഗ്ലൂട്ടമിൻ ക്യാൻ ബി യൂസ്. ഒരു വേറെ നൂതനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ സിക്കിൾ സെല്ലിൻ്റെ ചികിത്സയിൽ ജീൻ തെറാപ്പിയെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് രണ്ടൊക്കെ പറയാം. ജീൻ തെറാപ്പി നേരത്തെ ഇന്ത്യയുടെ പുറത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹിയിലും സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ഒരു ബിർസ 101 എന്ന് പറഞ്ഞിട്ടൊരു ട്രയൽ അവർ ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു സിക്കിൾ സെൽ അനീമിയ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ളൊരു ഈ ഗോത്രവർഗത്തിലെ ഒരു വെരി ഫേമസ് പേഴ്സൺ ബിർസ മുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവരത് പേരിട്ടേക്കുന്നത്, ബിർസ 101 എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പക്ഷേ ട്രയൽ ഫേസിലാണ്. ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ പോലെ വന്നിട്ടുള്ള സാധനമാണ്. ഇതിപ്പോൾ നമുക്ക് കേൾക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഈ സിക്കിൾ സെൽ ബാധിതരായ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയയുടെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം സപ്പോർട്ടീവ് കെയർ ആണ്. ഓക്കെ, ബട്ട് ദെൻ സിക്കിൾ സെൽ അനീമിയ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയാലും ദാറ്റ് പേഴ്സൺസ് ഓൺലി ബോൺ മാരോ ഹാസ് ബീൻ റീപ്ലേസ്ഡ്. അവർക്ക് ആ പേഷ്യൻറ്റിന് സിക്ലിംഗ് വരില്ല, പക്ഷെ അവരുടെ നെക്സ്റ്റ് ജനറേഷനിൽ ഈ സിക്കിൾ ജീൻ പാസ് ഓൺ ചെയ്യാൻ പറ്റും.
മനസ്സിലായി. റൈറ്റ്. അപ്പം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം, അതിനെക്കുറിച്ച് 2 വാക്ക് കൂടുതൽ സംസാരിക്കാം. എന്താണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ അതിപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള അസുഖമാണെങ്കിലും അല്ല നമുക്കിപ്പോൾ ക്യാൻസർ പോലെ വന്നിട്ടുള്ള അസുഖമാണെങ്കിലും അതിനെ ചികിത്സിക്കാൻ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ബോൺ മാരോ കരിച്ച് കളഞ്ഞ് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ട് ഈ ബോൺ മാരോ ഫുൾ നശിപ്പിച്ച് കളഞ്ഞ്, രോഗിയുടെ ബോൺ മാരോ നശിപ്പിച്ച് കളഞ്ഞ് നോർമൽ ആളുടെ ബോൺ മാരോ സെൽസ്, അതായത് മൂലകോശങ്ങൾ ഈ രോഗിയുടെ ശരീരത്തിൽ ബ്ലഡ് കയറ്റുന്ന പോലെ കയറ്റി. ഓപ്പറേഷൻ അല്ല, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നതിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഓപ്പറേഷൻ അല്ല. ഇവിടെ മജ്ജ കരിച്ച് കളയാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുത്ത് അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്ത് മജ്ജ കരിച്ച് കളഞ്ഞതിന് ശേഷം നോർമൽ ആളുടെ മൂലകോശങ്ങൾ ബ്ലഡ് കയറ്റുന്ന പോലെ അത് മാച്ച് നോക്കിയിട്ടാണ് ചെയ്യും. മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയണത് നമ്മുടെ ലോട്ടറി ടിക്കറ്റിൻ്റെ പോലെ ഒരു നീണ്ട നമ്പർ പോലെയാണ്. അപ്പോൾ ഒരു 12 വ്യത്യസ്ത, ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു 12 വ്യത്യസ്ത അലീൽസ് എന്ന് വിളിക്കും. ഇതിൻ്റെ മാച്ച് നോക്കിയിട്ട് ഇത് 12-ൽ 12 മാച്ചാണെങ്കിൽ ഫുൾ മാച്ചായിട്ട് എടുക്കും. ഇല്ല 12-ൽ 6 വരെ മാച്ചുള്ളൂ എന്നാണെങ്കിൽ ഹാഫ് മാച്ചാണ്. 6-ൻ്റെയും 12-ൻ്റെയും ഇടയിൽ ഇപ്പം 6/12 മാച്ചും 9/12 മാച്ചും ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. 50% താഴെ മാച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ കനോട്ട് ബി ദ പേഷ്യൻസ് ഡോണർ. ബോഡി കംപ്ലീറ്റ്ലി പേഷ്യൻ്റ് ബോഡി റിജക്റ്റ് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യില്ല. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ സെൽസ് മൂലകോശങ്ങൾ കയറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 14 ദിവസം മിനിമം ടൈം പിടിക്കും മൂലകോശങ്ങൾ ശരീരത്തിൽ പിടിച്ച് വന്ന് നോർമൽ സെൽസ് വന്ന് തുടങ്ങാൻ. വന്നതിന് ശേഷം അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒരു ഏകദേശം ഒരു 2 വർഷത്തോളം സൂക്ഷിക്കാനുണ്ട്. ചെറിയ പ്രതിരോധശേഷി അഡ്ജസ്റ്റായി ബോഡി പേഷ്യൻറ്റിൻ്റെ ബോഡിയും ഡോണറിൻ്റെ സെൽസും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു സമയം, അതൊരു 2 years വരെ എടുക്കാം. ആ ഒരു സമയം വരെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക്കും ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബോഡി സെൽസ് റിജക്റ്റ് ചെയ്യാനുള്ള റിസ്ക്കും ഒക്കെ ഉണ്ടാവും. റൈറ്റ്. ഇപ്പം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഡെഫിനറ്റ്ലി രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതല്ലാതെ ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അൺഫോർച്യുനേറ്റ്ലി ഒരു ഓപ്ഷൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് ഫേസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഗ്രോത്ത് ഫേസിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ HB ഡ്രോപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ഇവർക്ക് ഹൈഡ്രോക്സിയൂരിയ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്സിയൂരിയ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്കോ അതുപോലത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സിക്കിൾ സെൽ അനീമിയയുടെ ട്രീറ്റ്മെൻറ്റ് എത്രയൊക്കെ എടുത്ത് ഇതായാലും ആ ഡാമേജ് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഏത് ഭാഗത്താണ് ഉണ്ടായതെന്ന്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുകയും അത് HB ഒരു 9-10 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രോത്ത് മെയിൻറ്റെയിൻഡ് ആവും. മെയിൻലി അത്രേ നോക്കാനുള്ളൂ. പിന്നെ ഈ അസുഖത്തിന് എനിക്ക് തോന്നുന്നു വാക്സിൻ എടുക്കാനുണ്ട്. ഞാൻ നേരത്തെ സ്പ്ലീൻ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്ക് മെനിഞ്ചൈറ്റിസിനെതിരെയും ന്യൂമോണിയക്കെതിരെയും ന്യൂമോകോക്കൽ വാക്സിനും മെനിഞ്ചോകോക്കൽ വാക്സിനും ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ട്. അതിനെക്കൊണ്ട് ന്യൂമോണിയം വരാം, മെനിഞ്ചൈറ്റിസും വരാം. അപ്പം അതിനെതിരെയുള്ള വാക്സിനും ഇവർക്ക് റുട്ടീൻ വാക്സിനേഷൻ കൂടാതെ ഇവർക്ക് എല്ലാവർക്കും ഇത് എടുക്കണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ സിക്കിൾ സെൽ ഡിസീസിൽ ഗവൺമെന്റിന്റെയും കുറച്ച് ഗ്രാന്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ടും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ ചികിത്സാ കാര്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് കേരള ഗവൺമെന്റ് ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലാണ് ഈ സിക്കിൾ സെൽ അനീമിയയുടെയും താലസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടുള്ള രക്തജന്യ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ സ്പെസിഫിക്കലി ആശാധാര പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അണ്ടറിലാണ് ഇവരുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഹെൽപ്പ് വരുന്നത്. വയനാട്ടിൽ അവർ ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് സ്പെസിഫിക്കലി അവിടെയാണ് ഏറ്റവും കൂടുതൽ രോഗികൾ അടുത്തുള്ളത്. അപ്പം ആ സെൻറ്ററിൽ ഇൻക്ലൂഡിങ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോക്കിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള കാര്യങ്ങളും അല്ലാതെ സിക്കിൾ സെൽ അനീമിയ സ്പെസിഫിക്കലി അതിന് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ ആ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ലെവലിൽ തന്നെ അവർ അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇൻ കേസ് അവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് റെഫറൽ ഇസ് ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഹാസ് ബീൻ ദ മെയിൻ
place of sickle cell anemia from maybe 50-60 years. തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്ന വേദനയാണ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഒരു രോഗിക്ക് ഒരു സിക്കിൾ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഇമീഡിയറ്റ്ലി? ഒരിക്കൽ സിക്ലിംഗ് വന്നു കഴിഞ്ഞാൽ ആ വേദന അത്രയും കഠിനമായതുകൊണ്ട് അവർക്ക് പെയിൻ കില്ലേഴ്സ് വേണ്ടി വരും. പെയിൻ കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാരസ്റ്റമോൾ പോലത്തെ മരുന്നിൽ നിൽക്കാറില്ല പലപ്പോഴും. പലർക്കും മോർഫിൻ പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് വേണ്ടി വരാറുണ്ട്. മോർഫിൻ എന്നുള്ള മെഡിസിന് പ്രോബ്ലം ഉള്ളത് അഡിക്ഷൻ വരാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് പലപ്പോഴും അത് എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് അതൊരു അഡിക്റ്റഡ് ആയി പോകാനുള്ള റിസ്ക്കും കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഡോക്ടർ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ എനിക്കൊന്ന് വളരെ ഗഹനമായി തന്നെ ഇന്ന് ചർച്ച ചെയ്യേണ്ടായി. ഈ ഒരു ലാസ്റ്റായിട്ട് നമ്മുടെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഫൈനൽ മെസ്സേജ്, ഈ ഒരു അസുഖത്തെക്കുറിച്ച് അവരെന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതകമായിട്ടുള്ള രോഗമായതുകൊണ്ട് ഇത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റു ജനറേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഞാനൊരു സിക്കിൾ സെൽ കാരിയർ ആണോ എന്നുള്ള കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാൾ സിക്കിൾ സെൽ കാരിയർ അല്ല എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മേ ബി എൻ്റെ കുട്ടിക്ക് സിക്കിൾ സെൽ അനീമിയ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് ആണ് ഇതിലിപ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരാൾ സിക്കിൾ സെൽ അനീമിയ ആയിട്ട് ജനിച്ചു കഴിയുമ്പോഴേക്കും ജീവിതകാലം മൊത്തം അവർക്ക് വേദനകളും അല്ലാതെ കുറേ ബുദ്ധിമുട്ടുകളും, ബ്ലഡ് കയറ്റുക, ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരിക, കുഞ്ഞിലേ തൊട്ട് വേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ അത്രയും ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരാത്തൊരു അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാരിയർ ആണോ എന്നുള്ള കാര്യം നോക്കി വിവാഹം കഴിക്കുന്ന ആൾക്ക് കാരിയർ അല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് തന്നെ ആയിരിക്കും ഇന്നത്തെ ഒരു ലാസ്റ്റ് കീ മെസ്സേജ് എന്ന് പറയുന്നത് അല്ലേ? റൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു നല്ലൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. താങ്ക് യു.